എല്ലാ പ്രിയപ്പെട്ടവർക്കും കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് മുതിർന്ന കൗൺസിലർ ലാലി ജെയിംസ് ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾ ജില്ലയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. മേയർ പദവി ലഭിക്കണമെങ്കിൽ പാർട്ടി ഫണ്ട് നൽകണമെന്ന് DCC അധ്യക്ഷൻ ആവശ്യപ്പെട്ടുവെന്ന വെളിപ്പെടുത്തലാണ് വിവാദത്തിന് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷനിൽ ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ പരസ്യമായി കൊണ്ടിരിക്കുകയാണ്. പണം നൽകാൻ കഴിയാത്തതിനാലാണ് തനിക്ക് അർഹതപ്പെട്ട സ്ഥാനം നഷ്ടപ്പെട്ടത് എന്നും അനീതിക്കെതിരായ പോരാട്ടമാണ് താൻ നടത്തുന്നത് എന്നും ലാലി ജെയിംസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാന നിമിഷം വരെ മേയർ സ്ഥാനത്തേക്ക് തൻ്റെ പേരാണ് പരിഗണിച്ചിരുന്നത് എന്നും അവർ പറയുന്നുണ്ട്. സാമുദായിക സമവാക്യങ്ങളും തുടർച്ചയായി 4 തവണ നേടിയ വിജയവും മുൻനിർത്തി മുൻഗണന ലഭിക്കുമെന്ന ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ അട്ടിമറിക്കപ്പെട്ടുവെന്നാണ് അവരുടെ ആരോപണവും. ലാലൂരിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച തന്നെ തഴഞ്ഞതിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന സംശയവും അവർ ഉന്നയിക്കുകയാണ്. സസ്പെൻഷൻ നടപടി അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി ലാലി ജെയിംസിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളിലൂടെയാണ് താൻ ഈ സസ്പെൻഷൻ വിവരം അറിഞ്ഞതെന്നും കാരണം കാണിക്കൽ നോട്ടീസ് നൽകാതെ എടുത്ത തീരുമാനം DCC പ്രസിഡന്റിന്റെ പക്വതയില്ലായ്മയാണ് തെളിയിക്കുന്നതെന്നും അവർ പ്രതികരിച്ചിട്ടുമുണ്ട്. മേയർ പദവി നഷ്ടപ്പെട്ടതിലുള്ള വേദനയൊന്നും തനിക്കില്ല എന്നും പാർട്ടിയിലെ അനീതി തുറന്നു കാട്ടുവാൻ വേണ്ടി മാത്രമാണ് താൻ ശ്രമിക്കുന്നത് എന്നും അവർ കൂട്ടിച്ചേർത്തു. പാർട്ടിയിൽ പ്രതിസന്ധി കോർപ്പറേഷൻ ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉയർന്ന ഈ ആരോപണം കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് എന്നും KPCC ഇടപെട്ട് സസ്പെൻഷൻ നടപടി പ്രഖ്യാപിച്ചുവെങ്കിലും ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുവാനാണ് സാധ്യത.